Hello everyone, how are you all? Welcome to another class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു ഡസ് ആൻഡ് ഡിഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊസഷനെ കുറിച്ച് ഓണർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഓർമ്മയുണ്ടോ? ഓൾറൈറ്റ്, നമ്മൾ ഹാസ് ഹാവ് ഹാഡ് ഉപയോഗിച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. നമ്മൾ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതെന്ന് ജസ്റ്റ് ഐ ഗിവ് യു എ സ്മോൾ റീക്യാപ്പ്. ഐ ഹാവ് എ കാർ, എനിക്ക് ഒരു കാർ ഉണ്ട്. He has a car, അവനൊരു കാർ ഉണ്ട്. He had a car last year, അവന് കഴിഞ്ഞ വർഷം ഒരു കാർ ഉണ്ടായിരുന്നു. സോ ഹാവ് ഹാസ് ഹാഡ് വെച്ചിട്ട് ഉണ്ട് അല്ലെങ്കിൽ ഹാഡ് വെച്ചിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ പഠിച്ചത്. സോ ടുഡേ നമ്മൾ ഡു ഡസ് ഡിഡ് വെച്ചിട്ട് അതേ വിഷയത്തെക്കുറിച്ച് തന്നെ ഒരാൾക്ക് ഒരു അവരുടെ പൊസഷൻ്റെ ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിനക്കൊരു കാർ ഉണ്ടോ, നിന്റെ കൈവശം ഒരു കാർ ഉണ്ടോ, അവൻ്റെ കൈവശം ഒരു കാർ ഉണ്ടോ, അല്ലെങ്കിൽ അവന് ഒരു കാർ ഉണ്ടായിരുന്നോ കഴിഞ്ഞ വർഷം, അങ്ങനെ യെസ് ഓർ നോ ചോദ്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ യെസ് എനിക്കൊരു കാർ ഉണ്ട്, അല്ലെങ്കിൽ നോ എനിക്കൊരു കാർ ഇല്ല എന്നായിരിക്കുമല്ലോ. അതിനെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. എനിവേസ്, ലെറ്റ്സ് ഗോ ഇൻ ടു മോർ ഡീറ്റെയിൽസ്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ റെഡി. ഓക്കെ, ഇവിടെ കണ്ടോ, അവർക്ക് കാർ ഉണ്ടോ, അവന് ഒരു കാർ ഉണ്ടോ, കഴിഞ്ഞ വർഷം അവന് ഒരു കാർ ഉണ്ടായിരുന്നോ. സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഡു ഡസ് ആൻഡ് ഡിഡ് ആണ് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എവിടെ ഡു ഉപയോഗിക്കണം, എവിടെ ഡസ് ഉപയോഗിക്കണം, എവിടെ ഡിഡ് ഉപയോഗിക്കണം എന്നാണ് ഈ ക്ലാസ്സിലേക്ക് കൂടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആൾ ആർ റെഡി. ആൻഡ് ചെറിയൊരു കൺഫ്യൂഷൻ വരും ഈ എവിടെ ഡു എവിടെ ഡസ് ഉപയോഗിക്കണം എന്നൊക്കെ. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടാൽ ആ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, സോ യു ഹാവ് ടു പേ അറ്റൻഷൻ. ഓൾറൈറ്റ്, ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അവർക്ക് കാർ ഉണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നാണ്. ഈ ടെൻസ് അവർക്ക് കാർ ഉണ്ടോ, അപ്പം നിലവിൽ കാർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി ഇത് പ്രസന്റ് ടെൻസ് ആണെന്ന്. ഓക്കെ, അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഇതിൻ്റെ ഓണർ, അല്ലേ? അവർ അല്ലെ, ഈ സബ്ജക്റ്റ്, ഞാൻ ഓണർ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയാണ് കേട്ടോ. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അവർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അല്ലെ? അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റും പ്രസന്റ് ആകുമ്പോൾ ആദ്യം ഡു എന്ന ഓക്സിലറി വെച്ച് തുടങ്ങണം. ഓക്കെ, എന്ത് വെച്ച് തുടങ്ങണം? ഡു എന്ന ഓക്സിലറി വെച്ചിട്ട് നമ്മൾ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ആദ്യം ഡു. ഓക്കെ, ആദ്യം ഡു പറഞ്ഞു, അതിനുശേഷം സബ്ജക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഓണർ. ഓക്കെ, ഡു ദേ. ഓക്കെ, അതിനുശേഷം ഹാവ്. ഡു ദേ ഹാവ് എ കാർ. കണ്ടോ, ഡു ദേ ഹാവ് എ കാർ. ഒന്നും കൂടെ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ആദ്യം നമ്മൾ ഡു ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലൂറലും പ്രസന്റും ആണെങ്കിൽ ഡു ഉപയോഗിക്കാം. അതിനുശേഷം സബ്ജക്റ്റിനെ പറയാം. അതിനുശേഷം ഹാവ്. എന്താണോ ഹാവ് ചെയ്യുന്നത്? കാറ്. ഓക്കെ, ഡു ദേ ഹാവ്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് കണ്ടത്. ഓക്കെ, ഡു ദേ ഹാവ് എ കാർ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അവർക്ക് ഒരു കാറുണ്ടോ. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ എന്താണ് വേണ്ടത്? ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പ്ലൂറല് നമുക്ക് നോക്കാം. ഡു ദേ ഹാവ് എ കാർ. അതിനുശേഷം ഡു വി ഹാവ് എ കാർ. നമുക്കൊരു കാറുണ്ടോ, നമുക്ക് തിരിച്ചു പോകാൻ ഒരു കാറുണ്ടോ, അല്ലെങ്കിൽ ടാസ്ക് വിളി. പിന്നെ നമ്മൾ പ്ലൂറലായിട്ട് കരുതുന്ന ബാക്കിയുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്? നമ്മൾ പ്ലൂറലായി ഇപ്പോൾ സുമേഷ് ആൻഡ് രമേശ്. ഓക്കെ, സ്പെല്ലിംഗ് നോക്കരുത്. സുമേഷ് ആൻഡ് രമേശ്, അത് പ്ലൂറലാണ്. ഡോഗ്സ്, ക്യാറ്റ്സ്, ഓക്കെ, ഇതൊക്കെ പ്ലൂറലാണ്. ഡു ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടോ? നോബഡി ആസ്ക്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഐ ഒരു സ്പെഷ്യൽ കേസായിട്ട് പ്ലൂറലായിട്ട് തന്നെ കരുതാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്, അല്ലേ? ഡു ഐ ഹാവ് മണി ഇൻ മൈ വാലറ്റ്, എൻ്റെ വാലറ്റിൽ കാശുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കൂലേ മാസാവസാനമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അവിടെയാണ് ഈ ഐ ഉപയോഗിക്കുമ്പോൾ പ്ലൂറലിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഡു ആണ് വേണ്ടത്. ഓക്കെ, ഡു ഐ ഹാവ് മണി ഇൻ മൈ വാലറ്റ്. ഓക്കെ, നോക്കൂ, ഡു ഐ ഹാവ് മണി ഇൻ മൈ വാലറ്റ്.
കണ്ടോ, ഡു ആണ് വേണ്ടത്. ഡു ഐ ഹാവ് മണി ഇൻ മൈ വാളറ്റ്. അപ്പോൾ ഐ ഒരു വ്യക്തി ആണെങ്കിൽ കൂടിയിട്ട് ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പ്ലൂറൽ ഓക്സിലറി ആണ് ഉപയോഗിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, ഓൾറൈറ്റ്. അടുത്തതിൽ പോവാം. അവന് ഒരു കാറുണ്ടോ, അവന് ഒരു കാറുണ്ടോ. ഓക്കെ, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട എന്താണ്, ഇത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. ഓക്കെ, അടുത്തതായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നാണ്. അവൻ എന്ന് പറയുന്നത് ഏകവചനമാണ് അല്ലെ, സിംഗുലർ സബ്ജക്റ്റ്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ്. അവൻ എന്ന് പറയുന്നത് ഏകവചനമാണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഏത് ഓക്സിലറി ആണ്? അവനൊരു കാർ ഉണ്ടോ എന്ന് ചോദിക്കാൻ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലേ, അവനുണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ. അപ്പോൾ നമ്മൾ ആദ്യം ഓക്സിലറി ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഏത് ഓക്സിലറി ആണ് ഉപയോഗിക്കേണ്ടത്? സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ ചിന്തിക്കൂ, കമോൺ, വെരി ഈസി. ഡസ്, ഡൈസ് അല്ല, ഡസ്, ഡസ് ആണ് വേണ്ടത്. ഓക്കെ, ഡസ് ഹി ഹാവ് എ കാർ. ഓക്കെ, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഡസ് ഹി ഹാവ് എ കാർ, അവന് ഒരു കാർ ഉണ്ടോ? ഡസ് ഹി ഹാവ് എ കാർ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ സിംഗുലർ സബ്ജക്റ്റും ഡസ് ഷീ ഹാവ് എ കാർ, അവൾക്ക് ഒരു കാർ ഉണ്ടോ? രമേശ്, ഇപ്പൊ രമേശിന് ഡസ് രമേശ് ഹാവ് എ കാർ, ഡസ് രമേശ് ഹാവ് എ കാർ. അപ്പോൾ ഓരോ വ്യക്തികളും, ഒരു സിംഗുലർ വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് അവർക്ക് ഒരു ഐറ്റം അവരുടെ പൊസഷനിലുണ്ടോ, ഓണർഷിപ്പിലുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിലറി ഡസ് ആണ്. അപ്പോൾ ഇതേ ഫോർമാറ്റ് ആണ്. എന്താണ് ഉപയോഗിക്കേണ്ടത്? ഡസ് അല്ലെ, ഡസ്. അതിനുശേഷം ആരാണ് ഓണർ എന്ന് നമുക്കറിയുന്ന സബ്ജക്റ്റ്. ഓക്കെ, ഡസ് ഷീ ഹാവ് എ നെക്ലസ്, ഡസ് ഷീ ഹാവ് എ നെക്ലസ്. ഓക്കെ, അവൾക്കൊരു നെക്ലസ് ഉണ്ടോ? ഓക്കെ, സോ ഇതാണ് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല. അടുത്തതിലേക്ക് പോവാം. കഴിഞ്ഞ വർഷം അവൻ ഒരു കാർ ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട എന്താണ്? ടെൻസ് ആണ് അല്ലെ. ഏത് ടെൻസിലാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നത്? ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതാണ്. ഇവിടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്താ? പാസ്റ്റ് ടെൻസിലാണ് അല്ലെ. ഉണ്ടായിരുന്നോ, എങ്ങനെയാണ് ചോദിക്കുന്നത്? ഉണ്ടായിരുന്നോ, കഴിഞ്ഞ വർഷം അവൻ ഒരു കാർ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. സോ പാസ്റ്റ് ടെൻസ് ആണ്. നിങ്ങൾക്കറിയാം പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല, അവിടെ ഏതും എടുക്കും. ഓക്കെ, ഓൾറൈറ്റ്, ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഒരു ഓക്സിലറി വേണം നമുക്ക്. അപ്പോൾ ഇവിടെ വി വിൽ യൂസ് ഡിഡ് അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് ഓക്സിലറി ആണ്. ഓക്കെ, അപ്പൊ ഡിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി. ഡിഡ് ആർക്കാണ്? അവന്. ഹി, ഡിഡ് ഹി ഹാവ്, അവനൊരു കാർ ഉണ്ടായിരുന്നോ? ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? അവന് ഒരു കാർ ഉണ്ടായിരുന്നോ? ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? ഇതാണ് അതിന്റെ ഫോർമുല. ഓക്കെ, അവൾക്കൊരു വീടുണ്ടായിരുന്നോ? ഡിഡ് ഷീ ഹാവ് എ ഹൗസ് ലാസ്റ്റ് ഇയർ? ഓക്കെ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ചോദിക്കാം? എന്ത് വേണമെങ്കിൽ ചോദിക്കാം. പാസ്റ്റിൽ ഒരാൾക്ക് എന്തെങ്കിലും ഡിഡ് സുരേഷ് ഹാവ് എ ഹൗസ് എന്നാ, വേറെ ഒന്നും മനസ്സിലായി വരുന്നില്ല. ഹൗസ് ലാസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റിനെ കുറിച്ചിട്ട് ഒരു ഓണർഷിപ്പിൽ ഒരു സാധനം പാസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. ഡിഡ് ഹി ഹാവ് എ കാർ? ഓക്കെ, ഇപ്പൊ ഹി മാറ്റിയിട്ട് നമുക്ക് ദേ ഇടാം, സെയിം തന്നെയാണ്. ഡിഡ് ദേ ഹാവ് എ കാർ? ഡിഡ് ദേ ഹാവ് എ കാർ? അവർക്കൊരു കാർ ഉണ്ടായിരുന്നോ കഴിഞ്ഞ വർഷം? ഓക്കെ, സോ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഡിഡ് ഉപയോഗിക്കാം. പക്ഷെ എന്താണ്, സബ്ജക്ട്സ് ഒരു കുഴപ്പമല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പ്രസന്റ് ടെൻസിൽ മാത്രമാണ് സബ്ജക്റ്റ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഓണർഷിപ്പിനെ കുറിച്ചും പൊസഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഡു ആവും, ഡസ് ആകും. പാസ്റ്റ് ആകുമ്പോൾ ഡിഡ് മാത്രമേ ഉള്ളൂ. സോ യു ജസ്റ്റ് ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ് ഓർ നോട്ട്. ദെൻ തിങ്സ് ആർ വെരി ഈസി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, എല്ലാവരും കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തെറ്റിക്കും. കാരണം എന്താണ്, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ സംഭവം ശരിയാവത്തുള്ളൂ. നമ്മൾ ഡു ദേ ഹാവ് എ കാർ എന്ന് ചോദിക്കും. ഓക്കെ, യെസ് ദേ ഹാവ് എ കാർ, അവർക്കൊരു കാറുണ്ടോ?
യെസ് ദേ ഹാവ് എ കാർ. അപ്പോൾ ഇവിടെയും ഹാവ് തന്നെയാണ് വരുന്നത്, ഇവിടെയും ഹാവ് തന്നെയാണ് വരുന്നത് അല്ലെ. അവർക്കൊരു കാർ ഉണ്ടോ? ഡു ദേ ഹാവ് എ കാർ? യെസ് ദേ ഹാവ് എ കാർ. രണ്ട് സ്ഥലത്തും ഹാവ് ആണ് വരുന്നത്. പക്ഷേ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ നോക്കിയേ, ഡസ് ഹി ഹാവ് എ കാർ? അവനൊരു കാർ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ഇവിടെ യെസ് ഹി ഹാസ് എ കാർ എന്നാണ് വരുന്നത്. കണ്ടോ ഇവിടെ? ഇത് നിങ്ങൾ വളരെയധികം ഒന്ന് നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ ന്യൂബീസ്, പുതിയ ബിഗിനേഴ്സിന് വരുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഇവിടെയാണ്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് പുട്ട് ദീസ് തിങ്സ് ഡൗൺ. ഓക്കെ, okay, now pay attention to this. Okay, pay attention to this one. All right, I'll increase the font. Okay, all right, see, ശ്രദ്ധിച്ചു നോക്കുക. Okay, does he have a car? Yes, he has a car. ഇവിടെ കണ്ടോ, ചോദ്യം ചോദിക്കുമ്പോൾ യെസ് ഇവിടെയാണുള്ളത്. ഓക്കെ, ഡസ്സിലാണ്, ഡസ് ഹി ഹാവ് എ കാർ. ഓക്കെ, ഉത്തരം പറയുമ്പോൾ യെസ് ഹി ഹാസ് എ കാർ. കണ്ടോ? അപ്പോൾ സിംഗുലർ ആണ് ഇവിടെ പറയുന്നത്, ഡസ് ആണ്. ഓക്കെ, ഇവിടെ ഹാസ് ആണ് ഉത്തരം പറയുമ്പോൾ. അവനൊരു കാറുണ്ട്, ഹി ഹാസ് എ കാർ. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു നോ ദിസ്. ഓക്കെ, സോ ചോദ്യം ചോദിക്കുമ്പോൾ ഡസ് ഹി ഹാവ് എ കാർ എന്നാണ് ചോദിക്കുക. ഉത്തരം പറയുമ്പോൾ യെസ് ഹി ഹാസ് എ കാർ എന്നാണ് പറയുക. ഓക്കെ, സിംഗുലർ സബ്ജക്ട്സിന്. നിങ്ങൾ പ്ലൂറൽ നോക്കുമ്പോൾ ഡു ദേ ഹാവ് എ കാർ? യെസ് ദേ ഹാവ് എ കാർ. രണ്ട് സ്ഥലത്തും ഹാവ് തന്നെയാണ്, മുകളിലും തായും. ഓക്കെ, പക്ഷെ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ ഒരു സ്ഥലത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഡസ് ഹി ഹാവ് എ കാർ, ഉത്തരം പറയുമ്പോൾ യെസ് ഹി ഹാസ് എ കാർ. ഓക്കെ, സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട്. ഓക്കെ, ഇപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന എന്താ അറിയോ, ഡസ് ഹി ഹാസ് എ കാർ എന്ന് ചോദിക്കും. പലപ്പോഴും എൻ്റെ ക്ലാസ്സിൽ സംഭവിക്കുന്നതാണ്. ഡസ് ഹി ഹാസ് എ കാർ, ഡസ് ഹി ഹാസ് എ ബിഗ് ഹൗസ്. ഒരിക്കലും അവിടെ ഡസിൻ്റെ ശേഷം നമ്മൾ ഹാസ് ഉപയോഗിക്കാൻ പാടില്ല, എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ കീപ് ഇറ്റ് ഇൻ യുവർ ഹെഡ്, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു. ഓക്കെ, അടുത്തതായി നമ്മൾ പാസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? ലെറ്റ് മീ ഇൻക്രീസ് ദ ഫോണ്ട്. ഓക്കെ, ഡിഡ് ഓക്കെ, ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? കഴിഞ്ഞ വർഷം അവനൊരു കാർ ഉണ്ടായിരുന്നോ? അത് അപ്പോൾ ഉത്തരം എന്താണ്? യെസ് ഹി ഹാഡ് എ കാർ ലാസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിഡ് വരുമ്പോൾ ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ എന്നാണ് വരിക. ഓക്കെ, നമ്മൾ ഡിഡ് ഹി ഹാഡ് എ കാർ എന്ന് ഒരിക്കലും പറയരുത്, ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇത് ഈ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ പാസ്റ്റ് ആണെന്ന് ഡിഡ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വീണ്ടും ഡിഡ് ഹി ഹാഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ യെസ് ഹി ഹാഡ് എ കാർ ലാസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് പാസ്റ്റ് ആണെന്ന് തെളിയിച്ചിട്ട് തുടങ്ങുകയാണ്. ഡിഡ് ഇത് പാസ്റ്റ് ആണ്, ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ. ഓക്കെ, ഡിഡ് ഹി ഹാഡ് എന്ന് ഒരിക്കലും ആവശ്യമില്ല. ഉത്തരം പറയുമ്പോൾ യെസ് ഹി ഹാഡ് എ കാർ ലാസ്റ്റ് ഇയർ. അപ്പോൾ ഈ സെന്റൻസ് പാസ്റ്റ് ആണെന്ന് തെളിയിക്കുന്നത് ഇവിടെ ഉത്തരത്തിൽ ഹി ഹാഡ് ആണ്, ഹി ഹാഡ് എ കാർ ലാസ്റ്റ് ഇയർ. സോ ദിസ് ഈസ് വെരി സിമ്പിൾ ആക്ച്വലി, but a bit confusing for some students when they start with it. So just you have to make sure, I will put it all together. Okay, അപ്പോൾ ഞാനിത് ഒരുമിച്ചിടാം, എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളി. Okay, it's pretty simple when you think about it. It's not that difficult. പക്ഷേ in the beginning, yes, it seems to be difficult for some people. Okay, so ഈ കാണുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതിനൊക്കെ ഒരു ഫണ്ണി നമ്മൾ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചോളാം, പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് ദാറ്റ് ജസ്റ്റ് കോൺടാക്ട് മീ. ഓൾറൈറ്റ്, എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കൊക്കെ ഉണ്ട്. സോ I'll tell you that if you contact me. Anyways, അടുത്തതിൽ പോവാം. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഉത്തരം, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓക്കെ, ഞാൻ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യാം. ഓക്കെ, സോ ബട്ട് ഡോണ്ട് മൈൻഡ് ദ സ്പെല്ലിങ്സ്. ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ്സ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടായി പോകും. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിന്റെ കൈവശം പേനയുണ്ടോ? ആദ്യം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ടെൻസ് ആണ് ചിന്തിക്കേണ്ടത് അല്ലേ? ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇത് പ്രസന്റ് ആണ്. പിന്നെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നീ എന്നാണ് പറഞ്ഞത് അല്ലെ? നീ, യു പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഓക്കെ, നിന്റെ കൈവശം പേനയുണ്ടോ?
അപ്പോൾ ആദ്യം നമ്മൾ പ്രസന്റ് ടെൻസ് പറഞ്ഞു, അതിനുശേഷം പ്ലൂറൽ ആണ്. അപ്പോൾ ഓക്സിലറി ഏതാണ് വേണ്ടത്? ഡു. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് ഇടുക. ഡു യു ഹാവ് എ പെൻ? നിന്റെ കൈവശം പേനയുണ്ടോ? ഡു യു ഹാവ് എ പെൻ? ഓക്കെ, അടുത്തത്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഒരു കാർ ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ ഉണ്ടായിരുന്നോ എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഏത് ഓക്സിലറി ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഡിഡ് എന്ന ഓക്സിലറി ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഡിഡ് എന്ന ഓക്സിലറി ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് പറയാം. ഓക്കെ, കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഒരു കാർ ഉണ്ടായിരുന്നോ? ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡിഡ് ഹി ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ? അടുത്ത നോക്കാം. അവരുടെ കൈവശം സേഫിന്റെ താക്കോൽ ഉണ്ടോ? അവരുടെ കൈവശം സേഫിന്റെ താക്കോൽ ഉണ്ടോ? അപ്പോൾ ഇതേതാണ്? പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ? ഉണ്ടോ എന്നല്ലേ, അപ്പൊ പ്രസന്റ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കണം. അവരുടെ, അവരാകുമ്പോൾ പ്ലൂറൽ ആയി. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്ലൂറൽ. പ്ലൂറൽ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? ഓക്സിലറി ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ? അപ്പോൾ പ്ലൂറൽ ആണ്, അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡു. ഓക്കെ, ഡു. അതിനുശേഷം സബ്ജക്റ്റ് ഡു അവരുടെ. ദേ ഹാവ് എ do they have the keys for the safe? Do they have the keys for the safe? അല്ലെ, അവരുടെ കയ്യിൽ സേഫിന്റെ താക്കോൽ ഉണ്ടോ? അടുത്ത ചോദ്യം. നിങ്ങളുടെ സുഹൃത്തിന് ഒരു സൈക്കിൾ ഉണ്ടോ? നിങ്ങളുടെ സുഹൃത്തിന് ഒരു സൈക്കിൾ ഉണ്ടോ? അപ്പൊ ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? നിങ്ങളുടെ സുഹൃത്ത്, ഐ മീൻ സുഹൃത്ത് അല്ലെ? സുഹൃത്ത് എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണോ സുഹൃത്താണോ എന്ന് ചിന്തിക്കുക. സുഹൃത്താണ്, അപ്പോൾ സിംഗുലർ ആണ്. ഓക്കെ, നിങ്ങളുടെ സുഹൃത്തിന് ഒരു സൈക്കിൾ ഉണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സിംഗുലർ ആയതുകൊണ്ട് ഡസ് ഉപയോഗിക്കുന്നു. അതിനുശേഷം സബ്ജക്റ്റ് നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിന്റെ സുഹൃത്ത്. ഡസ് യുവർ ഫ്രണ്ട്. ഓക്കെ, ഡസ് യുവർ ഫ്രണ്ട് ഒരു സൈക്കിൾ ഉണ്ടോ? ഹാവ് എ സൈക്കിൾ. ഓക്കെ, ഡസ് യുവർ ഫ്രണ്ട് ഹാവ് എ സൈക്കിൾ? സി, ഒരുപാട് ആൾക്കാർ ഇവിടെ യു കാണുമ്പോൾ ഇത് ഡു ഉപയോഗിക്കും. നമ്മൾ യുവർ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡു ഉപയോഗിക്കും. കാരണം എന്താണ്? ഇവിടെ യു വന്നെന്ന വിചാരത്തിൽ. പക്ഷേ ചിന്തിക്കേണ്ട കാര്യം യു അല്ല ഇവിടെ ഉള്ളത്, യുവർ ആണുള്ളത് അല്ലെ? നിന്റെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത്. അപ്പോൾ ഇവിടെ യുവർ ഫ്രണ്ട്സ് എന്നുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡു യുവർ ഫ്രണ്ട്സ് ഹാവ് സൈക്കിൾസ് അങ്ങനെയൊക്കെ പറയായിരുന്നു. ഇവിടെ ഒരു ഫ്രണ്ടിന്റെ കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നുള്ളത് അല്ലെ? ഡസ് യുവർ ഫ്രണ്ട് ഹാവ് എ സൈക്കിൾ? അപ്പോൾ ഒരു ഫ്രണ്ട്, ഇവിടെ യു അല്ല യുവർ ആണെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാക്ക് ആണ് ഒരുപാട് പേരെ കൺഫ്യൂസ് ആക്കുന്നത്. ബിക്കോസ് ഐ ടീച്ച് ഇൻ മൈ ക്ലാസ്സസ് ആൻഡ് ദേ മേക്ക് മിസ്റ്റേക്സ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. Okay, when they see this you, they feel that it is, it is the plural you, but it is not that. ഇവിടെ എന്താണുള്ളത്? യുവർ ആണുള്ളത്. ഓക്കെ, യുവർ ഫ്രണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രണ്ടിന് ശേഷം ഒരു എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഡു വരുമായിരുന്നു. ഓക്കെ, ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു റിമെമ്പർ. അടുത്തത്, നിങ്ങളുടെ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നോ? അപ്പോൾ ഉണ്ടായിരുന്നോ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഡെഡ് ആർക്കാണ്? നിങ്ങളുടെ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക്. ഡെഡ് യു. ഓക്കെ, നിങ്ങൾക്ക്, നിനക്ക്. നിങ്ങൾ മീൻസ് നീ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെഡ് യു ഹാവ് എ ലാപ്ടോപ്പ് വെൻ യു വേർ ഇൻ college? Did you have a laptop when you were in college? Okay, അപ്പോൾ this is very easy അല്ലേ? നമ്മൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായ പിന്നെ ഡൂം ഡസിൻ്റെ ഒന്നും പ്രശ്നമല്ല. പാസ്റ്റ് ടെൻസിൽ ഡിഡ് മാത്രമേ ഉള്ളൂ. ഡിഡ് യു ഹാവ് എ ലാപ്ടോപ്പ് വെൻ യു വെയർ ഇൻ കോളേജ്? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഡിഡ് കഴിഞ്ഞാൽ പിന്നെ ഡിഡ് യു ഹാഡ് എ ലാപ്ടോപ്പ് എന്ന് ഒരിക്കലും വരില്ല.
ഡിഡ് യു ഹാവ് എ ലാപ്ടോപ്പ് എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സെന്റൻസ്, ഈ ക്വസ്റ്റ്യൻ പാസ്റ്റ് ആണെന്ന് ഡിഡ് ഓൾറെഡി നമുക്ക് തെളിയിച്ചു കഴിഞ്ഞു, പിന്നെ ഹാഡ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓൾറൈറ്റ്, സോ വെൻ യു കീപ് പ്രാക്ടീസിങ് ഇറ്റ്, റൈറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അവർ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ അവർക്ക് ഒരു വളർത്തു മൃഗം ഉണ്ടായിരുന്നോ? ഓക്കെ, അവർ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ അവർക്ക് ഒരു വളർത്തു മൃഗം ഉണ്ടായിരുന്നോ? സോ ദിസ് ഇസ് പാസ്റ്റ്. ഓക്കെ, ഡിഡ് ആർക്കാണ്? അവർ അല്ലെ. ഡിഡ് ദേ ഹാവ് എ പെറ്റ് ഡോഗ് വെൻ ദേ lived here? Did they have a pet dog when they lived here? Okay. അടുത്തത്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു വീടുണ്ടോ? ഇത് പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നിങ്ങളുടെ മാതാപിതാക്കൾ, പാരന്റ്സ് അല്ലെ, അപ്പോൾ പ്ലൂറൽ ആണ്. ഓക്കെ, സോ ഡു യുവർ പാരന്റ്സ് have a house? Do your parents have a house? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു വീടുണ്ടോ? മാതാപിതാക്കൾ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പോൾ ഡു യുവർ പാരന്റ്സ് ഹാവ് എ ഹൗസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ യുവർ അല്ല ശ്രദ്ധിക്കേണ്ടത്. യുവറിന് ശേഷം എന്താണോ ഉള്ളത്, യുവറിന്റെ ഭാഗമായിട്ട് ഇവിടെ പാരന്റ്സ് ആണ് ഉള്ളത് അല്ലെ. മുമ്പ് ഫ്രണ്ട് ആയിരുന്നു. മുമ്പത്തെ ഒരു എക്സാമ്പിളില് യുവർ ഫ്രണ്ട് എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് സിംഗുലർ ആയിരുന്നു, ഫ്രണ്ട്. ഇവിടെ പാരന്റ്സ് എന്ന് വരുമ്പോൾ പാരന്റ്സ് എന്താണ്? പ്ലൂറൽ ആണ്, ഒന്നിലധികം പേരുണ്ട് അല്ലെ. ഡു യുവർ പാരന്റ്സ് ഹാവ് എ ഹൗസ്. അടുത്തത്, അവൾക്ക് മുമ്പ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നോ? അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, നമുക്ക് മനസ്സിലായി. പാസ്റ്റ് ടെൻസിൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ പ്രശ്നമല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഇടേണ്ടത്? ഓക്സിലറി ആണ് ഇടേണ്ടത്. ഓക്കെ, അതിനുശേഷം സബ്ജക്റ്റ് അവൾക്ക്. ഓക്കെ, അവൾ. ഡിഡ് ഷീ ഹാവ് എ സ്മാർട്ട് ഫോൺ before? Did she have a smartphone before? Did she have a smartphone before? അവൾക്ക് മുമ്പ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നോ? ഇത് തുടക്കത്തിൽ മാത്രമേ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുള്ളൂ. when you keep doing it, when you keep practicing it, okay, it won't be a problem. അടുത്തത്, പൂച്ചക്ക് ഒരു കളിപ്പാട്ടമുണ്ടോ? so this is present tense അല്ലെ, present tense ആണ്. പൂച്ചക്ക്, so പൂച്ചകൾക്കല്ല, പൂച്ചക്ക് എന്നാണ്. so it is singular. Okay, it is singular. So how will we frame the question? Pucha is singular, so does the cat have a toy? Does the cat have a toy? So പൂച്ചക്ക് ഒരു കളിപ്പാട്ടമുണ്ടോ? Does the cat have a toy? Okay, അടുത്തത്, എൻ്റെ നോട്ട്ബുക്ക് നിന്റെ കൈവശമുണ്ടോ? ഓക്കെ, സോ എൻ്റെ നോട്ട്ബുക്ക് നിന്റെ കൈവശമുണ്ടോ? അപ്പൊ നീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലെ. പ്രസന്റ് ടെൻസ് ആണ്, റൈറ്റ്, പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അതുകൂടാതെ സബ്ജക്റ്റ് നീ ആണ് അല്ലെ. എൻ്റെ നോട്ട്ബുക്ക് നിന്റെ കൈവശമുണ്ടോ? അപ്പോൾ പ്ലൂറൽ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. ഡു യു ഹാവ് my notebook? Do you have my notebook? Okay, എൻ്റെ നോട്ട്ബുക്ക് നിന്റെ കൈവശമുണ്ടോ? Do you have my notebook? Alright. അടുത്തത്, അവരുടെ കൈവശം യാത്രക്ക് ആവശ്യമായ പണമുണ്ടോ? Alright, ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് എന്താണ്? അവരാണ്, അപ്പോൾ പ്ലൂറൽ ആണ്. ഓക്കെ, അവരുടെ കൈവശം. ഓക്കെ, do they have enough money for their travel? അല്ലെ, do they have enough money for their travel? Do they അല്ലെ, അവർ ആകുമ്പോൾ do. ഓക്കെ, നെക്സ്റ്റ് വൺ, അവർക്ക് മുമ്പ് ഒരു ബോട്ട് ഉണ്ടായിരുന്നോ? പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ്. അപ്പോൾ did they have a boat before? Did they have a boat before? അവർക്ക് മുമ്പ് ഒരു ബോട്ട് ഉണ്ടായിരുന്നോ? Did they have a boat before? അടുത്തത്, അയാൾക്ക് സഹോദരങ്ങൾ ഉണ്ടോ? ഇതെങ്ങനെ ചോദിക്കാം? അയാൾക്ക്. അപ്പോൾ സംഭവം പ്രസന്റ് ടെൻസ് ആണ്, ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ.
present tense. Anyways, present tense ayal ഒരു person. So does he have siblings? Does he have siblings? സഹോദരങ്ങളുണ്ടോ? Does he have siblings? അടുത്തത്, ഇന്നലെ നിങ്ങളുടെ കൈവശം ഒരു ഫോൺ ചാർജർ ഉണ്ടായിരുന്നോ? So we know that it is past tense. All right, we know it is past tense. ആദ്യം എന്താണ് ഉപയോഗിക്കേണ്ടത്? did. ഓക്കെ, നിങ്ങളുടെ അല്ലെങ്കിൽ നിന്റെ കൈവശം. ഓക്കെ, did you have a phone charger yesterday? Did you have a phone charger yesterday? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. Did you have a phone charger yesterday? ഇന്നലെ നിന്റെ കൈവശം ഒരു ഫോൺ ചാർജർ ഉണ്ടായിരുന്നോ? ഓക്കെ, അടുത്തത്, അവരുടെ കൈവശം സാധുവായ പാസ്പോർട്ട് ഉണ്ടോ? അപ്പോൾ ഇത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ്. ഓക്കെ, അതിനുശേഷം അവർ, അപ്പോൾ ദേ. ഓക്കെ, പ്രസന്റ് ടെൻസ് ആകുമ്പോൾ ദേ വരുമ്പോൾ ഡു, അതിനുശേഷം ദേ. ഡു ദേ ഹാവ് എ വാലിഡ് പാസ്പോർട്ട്? Do they have a valid passport? Do they have a valid passport? Okay, passport. സാധുവായ means valid. Okay, അസാധു invalid. അടുത്തത്, ഈ കാറിന് ഒരു GPS സിസ്റ്റം ഉണ്ടോ? ഓക്കെ, സോ ഇത് പ്രസന്റ് ആണ്. ഓക്കെ, ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ കാർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ does this car have a GPS system? Does this car have a GPS system? അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഡസ് വന്നു? ബിക്കോസ് ഒന്ന് പ്രസന്റ് ടെൻസ് ആണ്, പിന്നെ ഇവിടുത്തെ ഓണർ, ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാറാണ് അല്ലേ? കാറാകുമ്പോൾ കാർ സിംഗുലർ ആണ്. ഓക്കെ, കാറുകൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ പ്ലൂറൽ ആവട്ടെ. ഓക്കെ, അടുത്തത്, നിങ്ങളുടെ സഹോദരന് ഒരു ഗെയിമിംഗ് കൺസോൾ ഉണ്ടോ? ഗെയിമിംഗ് കൺസോൾ മീൻസ് നമ്മൾ പ്ലേ സ്റ്റേഷൻ അതുപോലെ തന്നെ. ഓക്കെ, ഫിഫ. നിങ്ങളുടെ സഹോദരന് ഒരു ഗെയിമിംഗ് കൺസോൾ ഉണ്ടോ? ഇത് സിംഗുലർ. ഒബ്വിയസ്ലി ആദ്യം നമ്മൾ ടെൻസ് പറയാം, പ്രസന്റ് ടെൻസ്. ഓക്കെ, നിങ്ങളുടെ സഹോദരൻ, അപ്പോൾ സിംഗുലർ ആണ്, ഒരു സഹോദരനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ ആദ്യം വരേണ്ടത് എന്താണ്? ഡസ് അല്ലേ? ഡസ് ആണ് ആദ്യം വരേണ്ടത്. ഡസ് യുവർ ബ്രദർ have a gaming console? Does your brother have a gaming console? ആദ്യം നമ്മൾ ചിന്തിച്ചു ഇത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ആണോ. അപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രസന്റ് ടെൻസ് ആണ്. അതിനുശേഷം നമ്മൾ ചിന്തിച്ചു ഇത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ. നമുക്ക് മനസ്സിലായി എന്താണ്? ഇത് സിംഗുലർ ആണ്. യുവർ ബ്രദർ, നിന്റെ സഹോദരൻ, ഒരു സഹോദരനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? യുവർ ബ്രദർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. യുവർ ബ്രദേഴ്സ് എന്ന് പറയുമ്പോഴാണ് ഒന്നിൽ കൂടുതൽ വ്യക്തി വരുന്നത്. അപ്പോൾ സിംഗുലർ ആണ് ഇത് യുവർ ബ്രദർ എന്ന് പറയുന്നത്. നമ്മൾ ഉത്തരത്തിൽ എന്താണ്? ആദ്യം ഡസ് ഉപയോഗിച്ചു അല്ലേ? നമ്മൾ ഡസ് ഉപയോഗിച്ചു, അതിനുശേഷം സബ്ജക്റ്റ് പറഞ്ഞു യുവർ ബ്രദർ. ഓക്കെ, യുവർ ബ്രദർ, അതിനുശേഷം ഹാവ് പറഞ്ഞു. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു റിമെമ്പർ. അടുത്തത്, അവൻ്റെ കയ്യിൽ റെസീറ്റ് ഉണ്ടോ? സോ ഇത് പ്രസന്റ് ആണ്, നമുക്ക് മനസ്സിലായത് പ്രസന്റ് ആണ്. അതിനുശേഷം അവൻ്റെ കയ്യിൽ റെസീറ്റ് ഉണ്ടോ? അവൻ, സോ ഹി ആണ് അല്ലെ? സിംഗുലർ സബ്ജക്റ്റ് ആണ്, നമുക്ക് മനസ്സിലായി ഇത് സിംഗുലർ ആണ്. അപ്പോൾ ഉത്തരം പറയൂ. സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് പ്രസന്റ്. ഏത് ഓക്സിലറി ഉപയോഗിക്കണം? ഡസ് ഹി ഹാവ് ദി റെസീറ്റ്? ഓക്കെ, ഡസ് ഹി ഹാവ് ദി റെസീറ്റ്? ഓക്കെ, റെസീപ്റ്റ് അല്ല റെസീറ്റ് എന്നാണ് പറയാ. പി സൈലന്റ് ആണ് അല്ലേ? ഓക്കെ, കഴിഞ്ഞ ആഴ്ച അവൾക്ക് ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നോ? ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി ഏതാണ്? ഡിഡ്. ഡിഡ് ഷീ ഹാവ്? ഡിഡ് ഷീ ഹാവ്? ഡിഡ് ഷീ ഹാവ് എ സ്വർണം, ഗോൾഡ് നെക്ലസ് ലാസ്റ്റ് വീക്ക്? കഴിഞ്ഞ ആഴ്ച അവളുടെ കയ്യിൽ ഒരു സ്വർണ്ണ നെക്ലസ് ഉണ്ടായിരുന്നോ? ഓക്കെ, ഡിഡ് ഷീ ഹാവ് എ ഗോൾഡ് നെക്ലസ് ലാസ്റ്റ് വീക്ക്? അടുത്തത്, ഈ ബാഗിൽ ഒരു സിബ്ബർ ഉണ്ടോ? ഈ ബാഗിന് ഒരു സിബ്ബർ ഉണ്ടോ? the zip, we are talking about the zip. So ഒരു
സബ്ജക്റ്റ് എന്താണ്? ഐ മീൻ ടെൻസ് പ്രസന്റ് ആണ് ഒബ്വിയസ്ലി. ഓക്കെ, സബ്ജക്റ്റ് എന്താണ്? ബാഗ് ആണ്. അപ്പോൾ സിംഗുലർ ആണ്. ഓക്കെ, സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് സിംഗുലർ. ഓക്കെ, സോ ആദ്യം നമ്മൾ സിംഗുലർ ആയതുകൊണ്ട് ഡസ് ഉപയോഗിച്ചു. എന്താണ് സബ്ജക്റ്റ്? ദ ബാഗ്. ബാഡ് അല്ല, ബാഗ് ആണ്. ബാഗ് ഹാവ് എ സിബർ. സിബർ. ഡസ് ദ ബാഗ് ഹാവ് എ സിബർ? ഓക്കെ, സിബ് ഉണ്ടോ? ഓൾറൈറ്റ്, അടുത്തത്. ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കൈവശമുണ്ടോ? ഓൾറൈറ്റ്, സോ ദിസ് ഇസ് പ്രസന്റ്. ഓക്കെ, നിങ്ങളുടെ കൈവശം. ഓൾറൈറ്റ്, അപ്പോൾ യു ആണ് സബ്ജക്റ്റ്. അപ്പോൾ അത് പ്ലൂറൽ ആണ് അല്ലേ? പ്ലൂറൽ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഡു യു. പ്ലൂറൽ ആയതുകൊണ്ട് ഡു ആണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു. ഡു യു ഹാവ് എ കോപ്പി ഓഫ് ദിസ് ബുക്ക്? Do you have a copy of this book? നിനക്കൊരു ജാക്കറ്റ് ഉണ്ടോ? നിനക്ക്. So obviously this is present tense. Okay, ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. And it is plural അല്ലേ? നിനക്ക്, യു. യു എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയിട്ടാണ് നമുക്ക് കരുതാം. ഒരാളോടാണ് നമ്മൾ സംബോധന ചെയ്യുന്നതാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും യു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് എപ്പോഴും. ഓക്കെ, do you have a jacket? Do you have a jacket? All right. അടുത്തത്, നിന്റെ ഫോണിൽ നല്ല ക്യാമറയുണ്ടോ? ഓക്കെ, ഇത് കുറച്ച് ട്രിക്കി അല്ലേ? നിന്റെ ഫോണിൽ നല്ല ക്യാമറയുണ്ടോ? ഇത് ഏതാണ്? നല്ല ക്യാമറയുണ്ടോ എന്നാണ് അല്ലേ? പ്രസന്റ് ടെൻസ് ആണ്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. ആൻഡ് സബ്ജക്റ്റ് ഏതാണ്? നിന്റെ ഫോൺ അല്ലേ? നീ അല്ല ഇവിടെ ഉള്ളത്, നിന്റെ ഫോൺ ആണുള്ളത്. അപ്പോൾ നിന്റെ ഫോൺ ഒരു ഫോണാണ് പറയുന്നത്. അപ്പോൾ സിംഗുലർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, നമ്മൾ സിംഗുലർ ആകുമ്പോൾ ഏത് ഓക്സിലറി ഉപയോഗിക്കണം? ഡസ് ഉപയോഗിക്കണം. അതിനുശേഷം സബ്ജക്റ്റ്. ഡസ് യുവർ ഫോൺ. ഡസ് യുവർ ഫോൺ ഹാവ് എ ഗുഡ് ക്യാമറ? എന്നോട് ചോദിച്ചാൽ നോ എന്ന് പറയും. ഡസ് യുവർ ഫോൺ ഹാവ് എ ഗുഡ് ക്യാമറ? ഓൾറൈറ്റ്, സോ I think that was enough practice. So ഇതിൽ കൂടുതൽ പ്രാക്ടീസ് വേണമെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് just let me know. Okay, and ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നമ്മൾ ക്ലാസ് 3ൽ പഠിക്കാൻ പോകുന്നത്. സോ ക്ലാസ് 1ൽ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസസ് പഠിച്ചു. ക്ലാസ് 2ൽ നമ്മൾ ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് ഫോംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് വല്ല ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ചിട്ട് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ just let me know. And we will do that over here. Okay, so just contact me on my email ID and I will do that. If you have any inquiries about any of the topics, just let me know and we will try to put that over here. And and if you like the class, just class ഇഷ്ടപ്പെട്ടാൽ subscribe ചെയ്യുക, like ചെയ്യുക, share ചെയ്യുക, comment ചെയ്യുക. Tell me why you like it, and if you don't like it, just let us know that you don't like it and why you don't like it also. Anyways, so that's all for today, and thank you so much, and have a good day.